സോറി, വീഡിയോ കട്ടായതാണ്. അപ്പോൾ നമ്മൾ ഇത്തരം സന്ദർഭങ്ങൾ, അതായത് വീണു പോകുന്ന സന്ദർഭങ്ങൾ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മൾ ദൈവമല്ല. നമ്മൾ ദൈവത്തെ പോലെ അനുകരിക്കാനും നമ്മൾ ദൈവത്തെ പോലെ ആവുവാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾക്ക് എപ്പോഴും സക്സസ്ഫുൾ ആവണമെന്നില്ല. ഞാൻ ഒരിക്കലും ദൈവത്തെ പോലെ ആവണമെന്ന് ഞാൻ പറയത്തില്ല. അറ്റ്ലീസ്റ്റ് ദൈവത്തെ ഫോളോ ചെയ്യാം, അത് ഓക്കെ. ദൈവത്തിൻ്റെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാം. നമ്മൾ ദൈവത്തെ പോലെ ആവുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മൾ ആ ദൈവത്തെ പോലെ നമ്മൾ ആവുമ്പോഴത്തേക്കും നമ്മളുടെ ഉള്ളിൽ അഹങ്കാരം സ്വാഭാവികമായിട്ടും നിറയും. നമ്മൾ വിചാരിക്കും നമ്മൾ ദൈവമാണ്, നമ്മളെ എല്ലാവരും കുമ്പിട്ട് നമ്മളെ പൂജിക്കുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു, ആ ദൈവത്തിൻ്റെ ഒരു ടേംസിൽ റെസ്പെക്റ്റ് ചെയ്യുന്നു. അല്ല, അത് വേണ്ട. അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ്. ആ ഒരു കോൺസെപ്റ്റിനോട് എനിക്ക് യോജിപ്പില്ല. ഞാനത് തുറന്നു പറയുകയാണ്. ആ ഒരു കോൺസെപ്റ്റിനോട് എനിക്ക് ഒരിക്കലും യോജിപ്പില്ല. പിന്നെ നമ്മളുടെ ചുറ്റുവട്ടത്തിലുള്ളവരെ നോക്കുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ആപത്ത് കാലത്ത് ആരാണ് സഹായിക്കുന്നത്, അവരെ വേണം നമ്മൾ കൂടുതൽ ക്ലോസ് ഇൻറ്റിമേറ്റ് ആയിട്ട് കരുതാനായിട്ട്. നമ്മൾ അവർ നല്ല ക്വാളിറ്റീസ് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അവരിലേക്ക് ചേരുന്നത്, അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുന്നതോ കൊളാബ് ചെയ്യുന്നതോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ അത്തരം ആൾക്കാർ നമ്മളിൽ നിന്നും മാറിപ്പോകാനുള്ള ആ ഒരു സന്ദർഭങ്ങൾ, അതായത് അത് വീഴ്ചയിലായിരിക്കാം, ചിലപ്പോൾ തെറ്റിദ്ധാരണയായിരിക്കാം, ചിലപ്പോൾ ഈ പറയുന്ന കൂട്ട് സാധാരണമായുള്ള ഈവൻ സാർക്കാസ്റ്റിക് ആറ്റിറ്റ്യൂഡായിരിക്കാം. ഇതെല്ലാം നീക്കിക്കളയാനായിട്ടുള്ള ആ ഒരു ശക്തി നമ്മൾ കൈവരിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. കാരണം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യത്വം എന്ന് പറയുന്നത്, ചില നേരത്ത് നമ്മൾ എത്രയും നല്ല ആണെങ്കിൽ പോലും, ചിലപ്പോൾ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും, രക്തബന്ധമാണെങ്കിൽ പോലും, അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. കാരണം അതങ്ങനെയാണ്. ഈ നമ്മൾ ചില ആൾക്കാർ, ഞാനിത് സാഡിസ്റ്റോ അല്ലെങ്കിൽ പെസിമിസ്റ്റായിട്ടോ ഒന്നുമല്ല സംസാരിക്കുന്നത്, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഞാനീ സംസാരിക്കുന്നത്. എല്ലാവർക്കും ഇങ്ങനെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ചിലപ്പോൾ ചില അനുഭവങ്ങൾ ഇത്തരം രീതിയിൽ വരുമ്പോൾ മാത്രമേ അവർ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ അനുഭവം തീർച്ചയായിട്ടും കൈവരിക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയത്തില്ല അനുഭവം വന്നാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്നുള്ളത്. പക്ഷേ അത് അങ്ങേയറ്റം നമ്മൾ ആ ഒരു ടോർച്ചറോ അല്ലെങ്കിൽ അങ്ങേയറ്റം ആ ഒരു അക്യൂസേഷനോ സാർക്കാസ്റ്റിക് റിമാർക്സോ ടോളറേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഇത്തരം വാക്കുകൾ നമ്മളിൽ നിന്നും വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഇത് ഒരു പാഠം തന്നെ ആയിരിക്കട്ടെ. നമ്മൾ ഒരിക്കലും പാഠങ്ങൾ മറക്കാൻ പാടില്ല. അതാണ് നമ്മളുടെ ഒരു നേട്ടം. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ശുഭരാത്രി. സമയം ഏറെ വൈകിക്കഴിഞ്ഞു. ഞാൻ ഈ സമയത്ത് ഈ വീഡിയോ റീൽ ചെയ്യുന്നത്, എനിക്കിപ്പോൾ ചുറ്റുവട്ടം നല്ല ശാന്തത അനുഭവപ്പെടുന്നുണ്ട്, സമാധാനമുണ്ട്. പകൽ സമയത്ത് എനിക്ക് ഇത്തരം സന്ദർഭങ്ങൾ കിട്ടാറില്ല. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്തതും എന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ വരാൻ മുന്നോട്ട് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ നന്ദി. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് വിലയേറിയതാണ്. Please see to it that it is most respectful, and definitely have a blessed and wonderful future. Good night. Jai Hind.